പൊന്നു പ്രേക്ഷകരെ, രഞ്ജിനി ഹരിദാസിനെതിരെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് അഗ്നി പരീക്ഷ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ. രഞ്ജിനി ഹരിദാസ് അവരെ ഇന്നലെ തെറി വിളിച്ചിരുന്നു. എന്തിനാണ് തെറി വിളിച്ചത്? ആ ഒരു തെറി വിളിക്കുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനുശേഷം ഈ ഒരു പെൺകുട്ടി നിലവിൽ ഒരു ലൈവ് ഇട്ടിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യവും ഞാൻ വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. നമുക്ക് ആദ്യം ഇന്ന് വന്ന ഏറ്റവും അവസാനം വന്ന 4 പ്രൊമോ കാണാം. പൊന്നു പ്രേക്ഷകരോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണോ? ഇയാള് അതായത് സ്ത്രീകളെ വളരെ വളരെ മോശമാക്കിയിട്ട് പറയുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത് ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഒരു മിഷനാണെന്നും എന്തൊക്കെയോ വൃത്തികേട് സ്ത്രീകളെ കുറിച്ചിട്ട് ഇങ്ങേര് പറയുകയാണ്. ഇങ്ങേര് പറയുന്ന ഒരു ഭാഗവും കൂടി ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ചു തരാം പൊന്നു പ്രേക്ഷകരെ. സ്ത്രീകളെ ബഹുമാനിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം, അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കടക്കാം. ആദ്യ പ്രൊമോ, അതായത് ഒരു പെൺകുട്ടിയുടെ തട്ടിപ്പ്. നിങ്ങൾ എന്തായാലും ആ ഒരു പ്രൊമോ കാണണം. അതിനുശേഷം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, വർഷയുടെ ഏറ്റവും ഫേവറേറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആരാണ്? രഞ്ജന ചേച്ചി. ചേച്ചി ഇതിന് ഒരു ടൈറ്റിൽ വിന്നർ ആകാൻ എഴുതിയേക്കുന്ന വേറെന്തോ ആണ്. ബട്ട് ഓക്കെ, എഴുതിയേക്കുന്ന നിങ്ങൾ സൂം ഇൻ ചെയ്തോളൂ. ആരും ഇല്ലാന്നായിരിക്കും ഞാൻ എഴുതിയേക്കുന്ന. ഈ വർഷ അന്ന വിജയ് അല്ലേ ഇതിൽ എഴുതിയേക്കുന്ന പേരാരാ? It says you admire Pearly Mani as a contestant. Is it? അല്ല എപ്പോ സംഭവിച്ചു? അല്ല എന്റെ എഴുതി കുഴപ്പമില്ല. ഐ എം നോട്ട് ഫൈറ്റിംഗ് ഇറ്റ്. ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോക്കായി പോയി. വല്ലാത്ത അവസ്ഥ തന്നെയാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ ബിഗ് ബോസ് ഒരു ലിസ്റ്റ് കൊടുക്കും. ഇതുവരെ ബിഗ് ബോസ് മത്സരാർത്ഥികളിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. ഇവള് പേർലി മാനിയുടെ പേരാണ് എഴുതിയത്. പക്ഷേ രഞ്ജിനി ഹരിദാസ് എന്നാണ് അവിടെ പറഞ്ഞത്. അതിന്റെ കാരണം ജഡ്ജസ് അല്ലേ രഞ്ജിനി ഹരിദാസ്. രഞ്ജിനി ഹരിദാസിന്റെ പേര് പറഞ്ഞാൽ 2 പോയിന്റ് കൂടുതൽ കിട്ടുമെന്നാണ് ഈ ഒരു യുവതി വിചാരിച്ചത്. പക്ഷേ 2 കൈയോട് പിടിച്ചിട്ടുണ്ട് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ഈ ഒരു പ്രൊമോ നിങ്ങൾ കാണണം. അതിനുശേഷം രഞ്ജിനി ഹരിദാസിനെതിരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ വെച്ചു തരാം. ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അപ്പൊ വിഷമമുണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടാക്കി. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ? മെജോറിറ്റി പറഞ്ഞിരുന്നോ? ഒരു മിനിറ്റ്. നോ മോർ ടോക്കിംഗ്. When we say no more talking, you stop talking. പിന്നെ കൂടുതൽ അലമ്പാ നോക്കിയാൽ ഞങ്ങൾ അലമ്പാക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. പൊന്നു പ്രേക്ഷകരെ, ആരാണ് പൂജ? ഇവിടെ ഒരു കാര്യം പറയാം. നിങ്ങൾ ബിഗ് ബോസിന്റെ അഗ്നി പരീക്ഷ ക്ലിയറായി കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവരാണ് പൂജ. അതായത് ഒരു ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഈ ടാസ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ഒരുത്തൻ ചതിക്കുകയാണ്. ഓക്കെ, ഈ ഒരു പെൺകുട്ടി പൂജ എന്ന് പറയുന്ന പെൺകുട്ടി പാവപ്പെട്ട പെൺകുട്ടിയാണ്. അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൂജ എന്ന പെൺകുട്ടി പറയുകയാണ് എന്നെ ചതിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ റിനീഷ ഡയറക്റ്റായിട്ട് ഇവർ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ, അതായത് അവിടെ നിന്നിരുന്ന എല്ലാവരോടും ചോദിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത്. ഇവർ നമുക്ക്, അതായത് ഈ പൂജയെ വിജയിപ്പിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ ഒരു പ്രശ്നവും ഇല്ലെന്ന്. ഇപ്പോൾ രഞ്ജിനി ഹരിദാസിനോട് ഈ പറയുന്ന യുവതി വന്ന് പറയുകയാണ് എന്തിന് പൂജയെ വിജയിപ്പിച്ചു, തെറ്റല്ലേ? അതായത് ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് പൂജയെ വിജയിപ്പിച്ചത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ആരാണ് പൂജ? നമുക്ക് അതാ ഒരു വീഡിയോ ദൃശ്യം ഒന്ന് പെട്ടെന്ന് കാണാം. ഓക്കെ, പൂജ ജസ്റ്റ് ആ ഗെയിമിനെ എന്താണ് പൂജയ്ക്ക് സംഭവിച്ച ആ ടാസ്കിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരാനുള്ളത്. ഓൾറെഡി അവനായിട്ട് പരിചയമുള്ള കാരണം അവൻ താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അന്നേരം ബിഗ് ബോസിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. തുടക്കത്തിലേ തന്നെ നമുക്ക് അത് മനസ്സിലാക്കി തന്നു. ഒരാളെ വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത്. വഴി കാണുന്നവനെ ഒന്നും വിശ്വസിക്കാൻ പോകരുത്. വഴി കാണുന്നവനെ മാത്രമല്ല പരിചയമുള്ളവനെയും. ഇതാണ് ഞാൻ പഠിച്ചത്. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ടായിരുന്നു. അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടും. അത് നഷ്ടപ്പെട്ടു പോയാലും കിട്ടും എന്നുള്ള കഴിവും പരിശ്രമവും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വയ്ക്കുക. അർഹതയുള്ളതാണെങ്കിൽ തേടി എത്തിയിരിക്കും. ഓക്കെ, ഇതാണ് പൂജ പൊന്നു പ്രേക്ഷകരെ. ഒരു കാര്യം പറയാം, ആരാണ് ഇത്തവണ ബിഗ് ബോസ് കോമണറായി സെലക്ട് ചെയ്യപ്പെടുന്നത്? പൂജ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് പൂജ ആരെയാണ് തോന്നുന്നത്? based on what I really have to say എനിക്ക് അറിയില്ല. എന്നാലും ഫസ്റ്റ് ഇംപ്രഷനിൽ but ഞാൻ പൂജയാണ് ഡെഫിനറ്റ്ലി പറയും. ബിക്കോസ് പൂജ ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്. ഇനിഷ്യലി കുറെ കഷ്ടപ്പെട്ടെങ്കിലും ഫൈനലി ഷീ മെയ്ഡ് ഇറ്റ്.
ഓക്കെ, അതായത് പൂജ തന്നെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഈ 40 പേരിൽ, ഞാൻ കണ്ട 40 പേരിൽ പൊന്നു പ്രേക്ഷകരെ, ഇത്തിരിയെങ്കിലും പവറുള്ള സംസാരിക്കാനൊക്കെ അറിയുന്ന ഒരു കണ്ടസ്റ്റന്റ് പൂജ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്നാൽ അടുത്ത വീഡിയോ ദൃശ്യം, ഇന്നലെ രഞ്ജിനി ഹരിദാസ് പഞ്ഞിക്കിട്ട ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അവര് രഞ്ജിനി ഹരിദാസിനെതിരെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് പെട്ടെന്നൊന്ന് കേൾക്കാം. ഓക്കെ, പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. ഹലോ, ഞാൻ പൂജ അജയ്. ഞാൻ ഇപ്രാവശ്യം ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയിലെ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇപ്രാവശ്യത്തിൽ 2 പൂജയുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഈ സീസണിൽ 2 പൂജയുണ്ട്. ഒന്ന് പൂജ ശരത്തും ഒന്ന് പൂജ അജയ്, അതായത് ഞാനും. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നു 12 മണിക്ക്, ഇതിപ്പോൾ 9 മണിക്ക് ഏഷ്യാനെറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 2 ഷോയും കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൂജ ശരത്ത് അവിടെ കിടന്ന് കരഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട്, അത് മത്സ്യത്തെ താഴെ ടാസ്കിൽ നന്നായിട്ട് കളിച്ച് അങ്ങനെ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബാക്കിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ പേര് അതാണ്. പിന്നെ അതിന് കമന്റ് ഒക്കെ ഇട്ടിട്ട് നീ എന്തായിരുന്നു ബാക്കിൽ ചെയ്ത്, നീ എന്തിനാ പോയത്, ഇങ്ങനെ കുറേ കമന്റ്സ്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും അവിടെ നടന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യത്തിൽ താഴ്ന്നു പറഞ്ഞ ടാസ്കിൽ നമ്മുടെ ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ കണ്ടസ്റ്റന്റിന് പ്ലേസിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ, ആ കണ്ടസ്റ്റന്റ് ജയിക്കുകയുള്ളൂ. ബട്ട് ഇവിടെ പൂജ ശരത്തും ഞാനും, എനിക്കും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പൂജ ശരത്തും ക്ലൂ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ലോക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ആ ലോക്ക് നമ്മുടെ ഷ്യാം എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ലോക്ക് നമ്മൾ തുറക്കുന്ന സമയത്ത് അത് ജാമാക്കി വെച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും തുറക്കാൻ പറ്റിയില്ല. മെയിൻ ഹൈലൈറ്റ്, എനിക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജയ്ക്കും ക്ലൂ കാർഡ് ഉണ്ട്, പൂജ ശരത്തിനും ക്ലൂ കാർഡ് ഉണ്ട്. അവൾക്ക് തുറക്കാൻ പറ്റില്ല. അവൾ കിടന്ന് കരച്ചിലായി, ബഹളമായി, അലമ്പായി. ഞാൻ അവിടെ കിടന്നിട്ട് എനിക്ക് തുറക്കാൻ പറ്റിയില്ല. എനിക്ക് പിന്നെ അവിടെ കിടന്നിട്ട് ഇവളെ പോലെ കരയാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് അങ്ങനെ കരയുന്നൊരു പേഴ്സൺ അല്ല. ഞാൻ കരയാത്തത് കാരണം എനിക്ക് ആ 20th പൊസിഷനിൽ വരാൻ പറ്റില്ല. അതാണ് നടന്ന സത്യം. പൂജ ചേർത്ത് കരയുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കും, നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ? അത് ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് പൂജയ്ക്ക് ഒരു അവസരം കൊടുക്കല്ലേ പറയുന്നു. അപ്പോൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു. പൂജ 20th പൊസിഷനിൽ പോകുന്നു. അപ്പോൾ അവിടെ ഞാൻ ആരായി? കരയാൻ പറ്റാത്ത കാരണം മാത്രമാണ് എനിക്ക് 20th പൊസിഷനിൽ പോകാൻ പറ്റുന്നത്. അവിടെ പൂജയുടെ കൂടെ നിന്ന് തല്ലുകൂടി ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് അലമ്പാക്കിയിരുന്നെങ്കിൽ എനിക്കും 20th പൊസിഷനിൽ പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ നടന്നത്. ഇവിടെ ഇപ്പോൾ ഇത്രയും കാലം ബിഗ് ബോസിൽ കണ്ടുവരുന്ന എന്താ പറഞ്ഞാൽ, കൂടുതൽ കരഞ്ഞ് മെഴുകി നിൽക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു സീസണിൽ ജസ്റ്റ് ഒന്ന് മാറ്റേണ്ടതാണ്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പ്ലീസ് സപ്പോർട്ട് ട്രൂ നേച്ചർ കാണിച്ച് നിൽക്കുന്നത്. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർ പാവമാണെന്ന് വിചാരിച്ച് അവർക്ക് വോട്ട് കൊടുക്കാതെ പ്രോപ്പറായിട്ട് എല്ലാം കണ്ടു മനസ്സിലാക്കി ഓഡിയൻസ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇവർക്ക് ഇങ്ങനെയാണ് പറയാനുള്ളത്. ഓക്കെ, അതായത് പെൺകുട്ടികളെ വളരെ വളരെ മോശമായിട്ട് പറയുന്ന ഒരു അപ്പൂപ്പനെ നമ്മൾ എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യണം. ഒരു പെണ്ണിനെയും അങ്ങനെ പറയരുത്. കാരണം വളരെ വളരെ മോശമാണ്. ഒരു പെണ്ണ് എന്ന് പറയുന്നത് ശാരീരികമായി ബന്ധപ്പെടാനുള്ള ഒരു മിഷനാണോ? വല്ലാത്ത കഷ്ടം തന്നെയാണ്. അങ്ങനെ പറയുന്നത് ആദ്യം നമുക്ക് കേൾക്കാം, അതിനുശേഷം അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, ഈ സ്ത്രീകളെ ചരക്കെന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പുരുഷന്മാര് ഈ സ്ത്രീകളെ ചരക്കെന്ന് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പെൺകുട്ടി പോയാൽ അവള് വെടിയാന്ന് പറയണമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പുരുഷന് സ്ത്രീ എന്ന് പറയുന്നത് അവന്റെ ലൈംഗിക താല്പര്യത്തിന് മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണോ കാണുന്നത്? അതെ, ഇതത്ര മനുഷ്യൻ പുരുഷന്മാരുടെ ലോകമാണ്, പുരുഷന്റെ വസ്തുക്കളാണ്. പുരുഷന്മാരുടെ ലോകത്തെ വസ്തുക്കളായി എന്നേ സ്ത്രീകൾ മാറിപ്പോയി. പശുക്കളാണ് സ്ത്രീകളല്ല. യാഥാർത്ഥ്യം അതാണെന്ന് മനസ്സിലാക്കണം. പശുവിനെ വാങ്ങിക്കൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകുന്നുണ്ട്. പെണ്ണ് കാണുമ്പോ എന്തോ ഈ കാണുന്നേ? പെണ്ണിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, നിങ്ങളെ ആളില്ല. ആണ് കാണൽ ചടങ്ങുണ്ടോ? ചേട്ടാ കാപ്പി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചെല്ലത്തില്ലേ? കാപ്പി ഇട്ടുകൊണ്ട് ചെല്ലുന്നാര്? പിന്നെ പശുവാ. പശുവിനെന്തുവാ നോക്കുന്നേ? മുലയുണ്ടോ എന്ന് നോക്കും, ഇറച്ചി ഉണ്ടെന്നോ വാലുണ്ടെന്നോ, ഇതൊക്കെയല്ലേ നോക്കുന്നേ. ഇതല്ലേ പെണ്ണ് കാണുക എന്ന് പറഞ്ഞ അർത്ഥം. റോഡിൽ പോയിട്ട് സാധനം മേടിക്കുന്ന പോലെ തന്നെയാ മേടിക്കുന്നേ. അതുകൊണ്ടാണ് ചരക്കെന്നൊക്കെ അവർ വിളിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാതെ, പുരുഷന്മാർക്ക് എല്ലാവർക്കും അറിയാതെ വസ്തുക്കളാണ്. ഈ ലിവിങ് ടുഗദർ ആണോ വിവാഹമാണോ എന്ന് പറഞ്ഞ ചോദ്യമൊന്നുമില്ല. വിവാഹം എന്ന് പറയുന്നത് രാജാക്കന്മാർ കണ്ടുപിടിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ആളുകളുടെ ടാക്സ് മേടിക്കാൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് അത് വരുന്നത്. പണ്ട് സ്ത്രീകൾ മാറ് മറയ്ക്കാൻ സമ്മതിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ മാറ് കാണാനല്ല. പൗരന്മാർക്ക് ജാതിയും മതവും ബാധകമല്ല. വ്യക്തികളെ ഉള്ള, ആണും പെണ്ണേ ഉള്ളു, എണകളെ ഉള്ളു. ഇഷ്ടമുള്ളവരുമായിട്ട് ബന്ധമുണ്ട്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് പറയുന്നത് എന്തിനായവാണ്? ഇവിടുത്തെ മാട്രിമോണിയൊക്കെ എങ്ങനെയാണ്? നായർ മാട്രിമോണി, ഈഴവ മാട്രിമോണി, ബ്രാഹ്മൺ മാട്രിമോണി എന്നല്ലേ ഉള്ളത്, അല്ലാതെ മനുഷ്യർ മാട്രിമോണി എന്ന് പറഞ്ഞിട്ടുണ്ടാ. ഓക്കെ, ഇങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത്? മറ്റേ പശുവിന്റെ മറ്റേ എന്താ എന്റെ പൊന്നു കിളവ, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ഞാനൊരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാരും, ഞാൻ പേഴ്സണലി വിവാഹം കഴിച്ചിട്ടില്ല, നമുക്ക് വരാൻ പോകുന്ന ഭാര്യന്മാരും, അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹമില്ലേ? അവരൊരു മനുഷ്യന്മാരല്ലേ? അപ്പോൾ നമ്മളെപ്പോലെ തന്നെ, ആണുങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങൾക്ക് കറങ്ങാൻ പോകാനൊക്കെ ആഗ്രഹമില്ലേ?
അതായത് ഒരു പെണ്ണിനെ മറ്റേതായിട്ട് മാത്രം കാണുന്നത് കൊണ്ടാണ് ഇന്ന് പല പെൺകുട്ടികളും ഒളിച്ചോടുന്നത്. ഒരു പെണ്ണിനെ എന്താല്ലേ എല്ലാ ഫ്രീഡം കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ ബോ പൊന്നു പ്രേക്ഷകരെ, തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വിടാൻ വരാം. ഓക്കെ ബൈ.